എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു വീഡിയോ ആണ്. നമുക്കിത് ചിക്കൻ കൊണ്ടൊരു ഇതുണ്ടാക്കാം. ബോൾസ്, ചിക്കൻ ബോൾസ്. ഇതാ ചിക്കൻ. ഇത് വന്നിട്ട് എല്ലില്ലാത്ത ചിക്കനാവണം, എല്ലുണ്ടാവാൻ പാടില്ല. പിന്നെ ഇത് അരച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, ഒരു പൊടിക്ക് ഉപ്പും കരഞ്ഞ് വെച്ചതാണ്. അപ്പോൾ ചിക്കൻ ബോൾസ് ഉണ്ടാക്കാൻ പോണത്. പിന്നെ എന്തൊക്കെ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യണം നമുക്ക് നോക്കാം. ഇത് വറുത്തരയ്ക്കാനാണ്. പെരിഞ്ജീരകം, ഒരു സ്പൂൺ പെരിഞ്ജീരകം ഉണ്ട്, ഒരു കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്കായ. ഇത് വറുക്കാനുള്ളതാണ്. ഇതാ പച്ചമുളക്, 2 പച്ചമുളക് വലുത്, പിന്നെ വലിയ ഉള്ളി 1, കറിവേപ്പില ഇടാം. കറിവേപ്പില വെള്ളത്തിലൊക്കെ ഇടാം, ഇഷ്ടം പോലെ ഇടാം. ചെറിയ ഉള്ളി ഇടാം. പക്ഷെ ഇത് വറുത്തിട്ട് ഒക്കെ അരയ്ക്കണം. എന്നിട്ട് ഓരോന്നോളം കഴിക്കാം. ഒരു പൊടിക്ക് എണ്ണ ഒഴിച്ചു, പട്ട ഇടുന്നു. ആദ്യം ഗ്രാമ്പ്, ഏലക്കായ ആദ്യം ഇടുന്നു, പിന്നെ പെരിഞ്ജീരകം ഇടുന്നു. എന്തിട്ടാലും എണ്ണയിൽ കുറച്ച് വിട്ട് നിൽക്കണം, ഗ്യാപ്പ് വിട്ട് നിൽക്കണം, പൊട്ടിത്തെറിക്കുള്ളൂ. വലിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക് പിന്നെ വറുത്തെടുക്കാം ലൈറ്റായിട്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നുണ്ട്, ചതച്ചതാണ് വരണം. ഒന്ന് പച്ചവാസന പോട്ടെ. ഒരു പൊടിക്ക് ജീരകപ്പൊടി ഇടാം. ജീരകം 1/2 സ്പൂൺ ജീരകപ്പൊടി ഇടാം. കുറച്ച് കുരുമുളക് പൊടി ഇടാം. എരിവ് കൂട്ടി കുറച്ചാൽ എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കും. എരിവിനൊരു വിഷയമല്ല. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, സിമ്പിളാണ്. ഇത് അരച്ചെടുക്കണം. ഒന്നായ ശേഷം ചൂടാറിയിട്ട് അരച്ചിട്ട് പിന്നെ നമുക്ക് ചിക്കൻ അരച്ചെടുക്കണം. ചൂടാറട്ടെ. ചൂടാറിയിട്ട് കുടിച്ചെടുക്കാം. അത്രേ വേണ്ടുള്ളൂ. പിന്നെ നമ്മൾ എണ്ണയിലിട്ടിട്ട് വറക്കുമല്ലോ, അപ്പോൾ പിന്നെ കറക്റ്റായിട്ടുണ്ടാവും. ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടി, ഒരു പൊടിക്ക് മുളക് പൊടി പുരട്ടി വെച്ചാണ്. ഉപ്പൊക്കെ ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ പാകത്തിന് ഉപ്പ് നോക്കിയിടാനേ പാടുള്ളൂ. 150 ഗ്രാം 200 ഗ്രാമിൻ്റെ ഉള്ളിലേ ഉള്ളൂ. ഇത് അരച്ചിട്ട് കൊണ്ടുവരാം. ചിക്കൻ അരച്ചത്, പിന്നെ ഉള്ളി, പച്ചമുളകും, കുരുമുളക് പൊടി, ജീരകപ്പൊടി ഒക്കെ വറുത്തരച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ വറുത്തരച്ച പേസ്റ്റാണ്. ഉപ്പൊക്കെ വേണം നോക്കിയിട്ട് പിന്നെ വേണ്ടത്ര വേണം ഇടാം. ആദ്യം ഇത് കുഴയ്ക്കാം. കടലപ്പൊടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് വേണ്ടത് നോക്കണം. ചപ്പാത്തിയുടെ പാകത്തിന് കുഴയ്ക്കണം. അങ്ങനെ ഉരുണ്ട് വരണം. ചപ്പാത്തിയുടെ മാവിൻ്റെ കറക്റ്റാണ് അളവ്. ഉരുട്ടിയെടുക്കണം. എണ്ണ ചൂടാൻ വയ്ക്കാം. ഇതേപോലെ ബോൾസ് ആക്കണം. ചിക്കൻ ബോൾസ്. ഇനി ഒരു മുട്ട വേണം, കുറച്ച് ബ്രെഡ് പൊടിച്ചത് വേണം. ബ്രെഡ് പൊടിച്ചത്, മുട്ട പൊടിച്ചെണ്ണം ഇതിൽ കുറച്ച് ലൈറ്റ് ഒരു പൊടിക്ക് ഉപ്പിട്ടിട്ട് കലക്കാം. ഇതിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് പൊടിയിലൊന്ന് പുരട്ടിയിട്ട് എണ്ണയിലിടാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബോൾസിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി. എണ്ണയിലിട്ടിട്ട് ബ്രെഡ് പൊടിയിലിങ്ങനെ നല്ല പുരട്ടിയെടുക്കാം. ഓരോന്നോരോന്ന് ഇട്ടിട്ടുണ്ടാക്കാം. പിന്നെ സിമ്മിലിട്ടിട്ട് വേവിക്കണം. കുറച്ച് നേരം വേവണം. പച്ച ചിക്കനല്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. ബോൾസൊക്കെ ഇനി ചെറുതാക്കാം, വലുതാക്കാം, നമ്മുടെ ഇഷ്ടമാണ്. ഷേപ്പ് മാറ്റാം.
നമ്മുടെ മണക്ക ചിക്കൻ ബോൾ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഇത് കഴിക്കണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഉള്ളു നല്ല വേവണം. സിമ്പിൾ തന്നെ ഇട്ട് വേവിക്കണം. ആയിരുന്നു സൂപ്പർ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ബോൾസ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയതാണ്. സൂപ്പർ ടേസ്റ്റാണ്.